അടച്ചുറപ്പുള്ള വീടില്ലാതെ ദുരിതത്തിൽ കഴിയുന്ന കൊച്ചി കടുങ്ങല്ലൂർ സ്വദേശി അയ്യപ്പൻകുട്ടിക്ക് സർക്കാർ സഹായം ലഭ്യമാക്കുമെന്ന് പഞ്ചായത്ത്. സഹായഹസ്തവുമായി പ്രാദേശിക കോൺഗ്രസ് നേതൃത്വവും രംഗത്തെത്തി. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമെന്ന പ്രഖ്യാപനത്തിനിടയിലും അയ്യപ്പൻകുട്ടിയുടെ ദുരിത ജീവിതം മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഞാൻ വന്നിട്ട് ഈ 10-25 വർഷമായി. ഇതുവരെ ഒരു നല്ലൊരു വീട്ടിൽ കിടന്നിട്ടില്ല. ഇവിടെ വന്നിട്ട് ഈ ഇടിഞ്ഞു വീണും ചോരുന്നതും അതിൽ കിടന്ന് ജീവിച്ചു പോകണം. ഇത്ര നാളും മറച്ച് ജീവിച്ചു പോണത്. ദരിദ്രരാണോ അതിദരിദ്രരാണോ എന്നൊന്നും ഇവർക്കറിയില്ല. കടുങ്ങല്ലൂർ പഞ്ചായത്തിൽ കാരോത്തുകുന്നിലെ നിലംപൊത്താറായ വീട്ടിൽ സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുമ്പോഴും അടച്ചുറപ്പുള്ള വീടിനായുള്ള കാത്തിരിപ്പിലാണ് അയ്യപ്പൻകുട്ടിയും ഭാര്യ ലീലയും. കുടുംബസ്വത്തായി കുറച്ച് ഭൂമിയുണ്ടെങ്കിലും വീടൊരുക്കാൻ സർക്കാർ സഹായമോ സുമനസ്സുകളുടെ പിന്തുണയോ വേണം. പിതാവിന്റെ മരണ സർട്ടിഫിക്കറ്റോ മറ്റാധികാരിക രേഖകളോ ഇല്ലാത്തതും പ്രതിസന്ധിയാണ്. തടസ്സങ്ങൾ നീക്കുമെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം. ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സഹകരണം നമുക്ക് കിട്ടാത്തതിൻ്റെ പേരിലും പിന്നെ അവരുടെ പേരിലല്ല ആധാരം, അച്ഛൻ്റെ പേരിലാണ്. അപ്പോൾ ഇവർക്ക് 3 പേർക്ക് ഷെയറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് അവർക്ക് ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. ഇനിയുള്ള ഇടപെടലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും അല്ലേ? തീർച്ചയായും. സഹായ വാഗ്ദാനവുമായി കോൺഗ്രസ് നേതൃത്വവും രംഗത്തെത്തി. ഈ വീടിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ്, അച്ഛൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഈ പഞ്ചായത്തിൽ നിന്നൊന്നും ആനുകൂല്യങ്ങൾ കിട്ടാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. വീടിന് ലൈഫിൻ്റെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞത്. അപ്പോൾ അത് പഞ്ചായത്തിൽ ഡെത്ത് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പഞ്ചായത്തിൽ നിന്ന് അതിൻ്റെ NOC വാങ്ങിച്ചു RD ഓഫീസിൽ പോയി NAC വാങ്ങിക്കണം. NAC വാങ്ങിച്ചാൽ മാത്രമാണ്, NOC വാങ്ങിച്ചാൽ മാത്രമാണ് പഞ്ചായത്തിൽ പേര് രജിസ്റ്റർ ചെയ്യുള്ളൂ. അപ്പോൾ മരണം രജിസ്റ്റർ ചെയ്താൽ മരണ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ തന്നെ ഇടപെട്ട് അവരുടെ സഹോദരങ്ങളെ കൊണ്ട് ആധാരം റെഡിയാക്കി ലൈഫ് പദ്ധതിക്ക് അപേക്ഷ കൊടുപ്പിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുത്തെ സ്ഥാപനങ്ങളുടെ CSR ഫണ്ടൊക്കെ ഉണ്ട്, അതെന്തെങ്കിലും സംഘടിപ്പിച്ച് ഈ വീട് റെഡിയായി കൊടുക്കാനായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമെന്ന സർക്കാർ പ്രഖ്യാപനം സജീവ ചർച്ചയാകുമ്പോഴും ഇങ്ങനെയും ചിലർ നമുക്കിടയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. ദരിദ്രർ അതിദരിദ്രർ എന്നീ വേർതിരിവുകൾക്കുമപ്പുറം ആഹാരം, പാർപ്പിടം, വസ്ത്രം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുകയാണ് വേണ്ടത്. സർക്കാർ നടപടിയെ വിമർശിക്കുകയല്ല, ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചെന്ന് മാത്രം. കൊച്ചിയിൽ നിന്ന് സഞ്ജു പറ്റമലിനൊപ്പം സിജോ വർഗീസ്, മീഡിയ വൺ.